ജെയിൻ, ഇന്നലെ വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് മൃതദേഹം പോലീസിന് സ്ഥലത്തു നിന്ന് നീക്കാൻ കഴിഞ്ഞത്. ഈ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി എപ്പോഴാണ് ബന്ധുക്കൾക്ക് വിട്ടു നൽകുക? രാവിലെ 9 മണിക്ക് ശേഷം പോസ്റ്റ്മോർട്ടം ഉണ്ടാകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും അടിയന്തര പ്രാധാന്യത്തോടെ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കും എന്നാണ് കരുതുന്നത്. അതിനുശേഷമായിരിക്കും കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് ഇത് സംബന്ധിച്ച് പോസ്റ്റ്മോർട്ടം അടക്കം നടക്കുന്നത്. അതിനുശേഷം മൃതദേഹം ഒരുപക്ഷെ കോതമംഗലത്ത് പൊതുദർശനത്തിന് വയ്ക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അവിടെ ജനകീയ പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട നടപടികൾ ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ടിടത്തും പ്രതിഷേധങ്ങളാണ് നടക്കുന്നത്. കോതമംഗലത്തും അതോടൊപ്പം തന്നെ കുട്ടമ്പുഴയിലും ജനകീയ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതിനു പുറമെ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ കോതമംഗലത്ത് പ്രതിഷേധ യോഗങ്ങളടക്കം നടക്കുന്നുണ്ട്. അതിനുശേഷം മൃതദേഹം സംസ്കരിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനം ഉണ്ടാവുകയുള്ളൂ. എന്തായാലും കുട്ടമ്പുഴയിൽ ജനകീയ ഹർത്താലാണ്. വലിയ തോതിലുള്ള പ്രതിഷേധം. കാട്ടാനക്കലിയിൽ ജീവൻ പൊലിയുന്നു. അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു. ഒടുവിൽ വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ കളക്ടറുടെ ഉറപ്പ്, ഡേറ്റ് സഹിതം എന്തൊക്കെ നടപടികൾ അവിടെ എടുക്കും എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തിയിട്ടുണ്ട്. എന്തായാലും മെൽദോസിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി 9 മണിയോടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും എന്നാണ് അറിയാൻ കഴിയുന്നത്. ജെയിൻ എസ് രാജുവാണ് അവിടെ നിന്നുള്ള വിശദമായിട്ടുള്ള വിവരങ്ങൾ നൽകിയത്.